ഓ ഇത് കൊള്ളാലോ. നിങ്ങളിത് കേട്ടോ മനുഷ്യ? നീ വായിക്കണം, ഞാൻ എങ്ങനെ കേൾക്കാനാ? എന്ത് പറഞ്ഞാലും അതെ, നിങ്ങൾക്കല്ലേ പെണ്ണുങ്ങളെ വെളിയില്ലാത്തോളൂ. 5 ഉറപ്പുമായിട്ടാ UDF മത്സരിക്കാൻ ഇറങ്ങണം, അറിയാവോ? കണ്ടോ, KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അതാണ് ഞങ്ങളുടെ നേതാവ്. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലേ അങ്ങനത്തെ സ്ത്രീകളുടെ വില എന്താ നല്ല പോലെ അറിയാം. സ്ത്രീകളുടെ വില മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, വോട്ട് നഷ്ടപ്പെടാതിരിക്കാനാ. പിന്നെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാം. അനുവദിച്ചില്ലെങ്കിൽ വോട്ട് നഷ്ടപ്പെടും, അത് പുള്ളിക്ക് അറിയാം. അനുവദിച്ചില്ലെങ്കിൽ എങ്ങനെ വോട്ട് നഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ കണിക്കടി തന്നെയാണ് കൂച്ചുമ്പൻ. കൂശുമ്പോട്ടൊന്നല്ല, വോട്ട് നഷ്ടപ്പെടും. ഒന്നല്ല, പലത്. അതെങ്ങനെയാണെന്ന് ചോദിക്കണേ? ചുമ്മാ കണവണാന്ന് ഒരാളൊരു നല്ല തീരുമാനം എടുക്കുമ്പോ അതിന് എടി, തീരുമാനം എടുക്കാതെ പുള്ളിക്ക് മാർഗമില്ല. കാരണം എന്താണെന്നറിയോ? എടി, പുള്ളി ഇത്തവണ കേരളത്തിൽ വന്നപ്പോൾ പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ സ്കൂട്ടി കൊണ്ട് പോകുമ്പോൾ ഇടത്തോട്ട് സിഗ്നൽ ഇട്ടിട്ട് വലത്തോട്ട് പോകും, വലത്തോട്ട് സിഗ്നൽ ഇട്ടിട്ട് നേരെ പോകും. നേരെ പോണ ആള് പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇടാതെ ഒരു തിരികെ തിരിക്കും. അങ്ങനെ പോയി നിങ്ങളൊന്നില്ല എവിടെയെങ്കിലും ചെന്ന് കയറും, അല്ലെങ്കിൽ ഏതെങ്കിലും അവന്മാരുടെ നെഞ്ചത്തേക്ക് ചെന്ന് കയറും. അപ്പൊ എത്ര വോട്ടാ പോണേ? അല്ലാണ്ട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. ഇതിപ്പോ നിങ്ങളെല്ലാം കൂടെ ബസ്സിൽ കയറി ഞങ്ങൾ പോവുകയാണെങ്കിൽ, അതും സൗജന്യമായിട്ട് പോവുകയാണെങ്കിൽ, റോട്ടിൽ കൂടെ എല്ലാവർക്കും സമാധാനമായിട്ട് നടക്കുകയും ചെയ്യാം. നിങ്ങളുടെ വോട്ടും കിട്ടും, അവരുടെ വോട്ടും കിട്ടും. അങ്ങനെ ഈ ബസ്സിൽ കയറി പോവുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കണ്ട, പെട്രോൾ അടയ്ക്കണ്ട, പൊല്യൂഷൻ അടയ്ക്കണ്ട, പിന്നെ അതെ ഈ ബ്രേക്ക് പാട് ഇടയ്ക്കിടയ്ക്ക് മാറ്റണ്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വർഷത്തെ ലാഭം എത്രയോ നീ ഒന്ന് ആലോചിച്ച്. പറ്റിയാ നീ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും കോളേജിൽ പോയി എന്തെങ്കിലും ഒരു മാങ്ങാത്തൊലി കോഴ്സിന് ചേരും. 1000 രൂപ കിട്ടേ. അങ്ങനെ കിട്ടുന്ന 1000 രൂപയ്ക്ക് ഈ മുതിർന്ന പൗരന്